യൂണിവേഴ്സ് ഇത്രയും എങ്ങനെ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഇത്രയും ഈ യൂണിവേഴ്സ് ഇത്രയും പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അല്ല, അതൊക്കെ വിട്, നിങ്ങൾ തെളിവ് പറ. ഈ യൂണിവേഴ്സ് അത്രയും പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ യൂണിവേഴ്സ്? യൂണിവേഴ്സ് ലൈഫ് പെർമിറ്റിംഗ് എന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു. ഓക്കെ, അപ്പം ആ പെർഫെക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വ്യക്തി, ഒരു ദൈവമാണ് അല്ലേ? അപ്പൊ ദൈവം എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്റെ മനസ്സിലുണ്ട്. അല്ല, അത് ഇറലവന്റ് ആണല്ലോ, നമ്മൾ സംസാരിച്ചാണല്ലോ അത്. അത് ഇറലവന്റ് ആണെങ്കിലും എന്റെ മനസ്സിന്ന് പോകല്ലോ. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലോ, നിങ്ങൾ തെളിവ് പറ. അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യൻ എപ്പോഴും നിലനിൽക്കണോടത്തോളം കാലം എനിക്ക് ദൈവം എങ്ങനെയായിരിക്കും, ദൈവം എവിടെയാണ് ഇരിക്കുന്നത്, അതായത് സ്പേസിന് പുറത്താണ്. ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് 500 വർഷം മുന്നേ ഒരു ഗ്രാൻഡ് പാരന്റ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. ചിലപ്പോ അതൊരു ഫിഷ് ആയിരിക്കും. 500 വർഷമല്ല, ഏകദേശം 12,000 ജനറേഷൻ ആണല്ലോ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ 500 വർഷം മുന്നേയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ഉണ്ടായിരിക്കും. ഓക്കെ, അയാളുടെ പേര് അറിയത്തില്ല, അയാൾ എങ്ങനെ ഇരുന്നാന്ന് അറിയത്തില്ല, അയാൾക്ക് മുടി ഉണ്ടായിരുന്നോന്ന് അറിയത്തില്ല, അയാൾക്ക് കൂനുണ്ടായിരുന്നോ, കാലില് ഇതൊന്നും അറിയത്തില്ല. പക്ഷെ അത് റെലവെന്റ് ആണോ? അങ്ങനെ ഒരു ഗ്രാൻഡ് പാരന്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനകത്ത് റെലവെന്റ് ആണോ എന്ന്? റെലവെന്റ് ആണ്. അത് അറിയാവുന്നത് വരെ നിങ്ങൾ ഗ്രാൻഡ് പാരന്റ് ഒന്നും വിശ്വസിക്കൂല? അത് അറിയുന്നത് വരെ നിങ്ങൾ ഗ്രാൻഡ് പാരന്റ് ഉണ്ടെന്ന് വിശ്വസിക്കൂല? എനിക്ക് ഗ്രാൻഡ് പാരന്റ് ഉണ്ടല്ലോ. അതാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ആളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? അത് ഞാൻ അറിയണ്ടല്ലോ. എക്സാക്ട്ലി, അത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രാൻഡ് പാരന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കാവുന്ന കാര്യമാണ്. അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു, അയാൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അയാളുടെ തലയിൽ മുടി ഉണ്ടായിരുന്നോ, കൂനുണ്ടായിരുന്നോ, കാല് വികലാംഗനായിരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊന്നും, അതൊക്കെ ഇറലവന്റ് ആണ്. അല്ല, എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ താങ്കൾക്ക് അറിയില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രാൻഡ് പാരന്റ് ഇല്ല എന്നാവുന്നുണ്ടോ? ഇല്ല. എക്സാക്ട്ലി, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ദൈവം എങ്ങനെ ഇരിക്കുന്ന ആളാണ്, ദൈവത്തിന് എന്താണ് ഉള്ളത്, ദൈവം എന്തിനാണ് ചെയ്തതെന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങോട്ട് വിശ്വസിക്കല്ല, നമ്മൾ ലോജിക്കലി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ വിശ്വസിക്കല്ല, വെറുതെ വിശ്വസിക്കല്ല ചെയ്യുന്നത്. ജസ്റ്റിഫൈഡ് ബിലീഫാണ്.